നമസ്കാരം. ഈ ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പാണ്. ഇത് വലിയ പ്രോജക്റ്റാണ്. അതായത് ഈ കോർപ്പറേറ്റുകൾക്ക് ശബരിമല ക്ഷേത്രത്തെ കാണിച്ചുകൊണ്ട് പല രീതിയിൽ അവിടെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ഭക്തിനിർഭരമായ ആ അന്തരീക്ഷത്തെ തകർക്കാനുള്ള പദ്ധതിയാണ് ഇത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, വോട്ട് വാങ്ങാൻ മാത്രം, ഹിന്ദുക്കളുടെ കുറേ പേരുടെ വോട്ട് വാങ്ങാൻ മാത്രമുള്ള പദ്ധതിയാണ് ഇത് എന്നുള്ള ചില വാദങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങിയ ഒരു വ്യക്തിയാണ് ഹൈന്ദവ പ്രവർത്തകനും അതുപോലെ തന്നെ ഭക്തനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അന്യാധീനപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കൈവശം വച്ചിരിക്കുന്ന സ്വത്തുക്കളും അതുപോലെ അനധികൃതമായി ദേവസ്വം ബോർഡ് അടക്കം കൈവശം വച്ചിരിക്കുന്ന സ്വത്തുക്കളൊക്കെ തന്നെ ക്ഷേത്രത്തിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് നിയമയുദ്ധങ്ങൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് അഭിഭാഷകനും നിയമ വിദഗ്ധനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അദ്ദേഹം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ആ ആൾ എന്ന് പരാമർശിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന ഈ നിയമ രീതികളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അതാരാണ് എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെ സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ആൾ ഞാനാണ് പിണറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. പിണറായി വിജയ തട്ടിപ്പ് സംഗമത്തിൽ അങ്ങ് പരാമർശിച്ച ആൾക്കാരിൽ 2 പേരുടെ കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്തിയ ആളാണ് ഞാൻ. അവിശ്വാസിയായ അങ്ങയുടെ ജൽപ്പനങ്ങൾ വിശ്വാസികളായ ഹിന്ദുക്കൾ, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അല്ലാത്ത സ്വാഭിമാന ഹിന്ദുക്കൾ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന ഒരു പേപ്പട്ടിയുടെ കുര ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ. കഴിഞ്ഞ 48 വർഷമായി മുടങ്ങാതെ മലകയറിയ ഒരാൾ എന്ന നിലയിൽ അങ്ങയോട് പറയുകയാണ്, അഭിസാരികകളുടെ കൂടെ നിന്ന് ശബരിമലയിലെ ആചാരലംഘനം നടത്തി അത് അങ്ങയുടെ ആസനത്തിൽ മുളച്ച ആലെന്ന രീതിയിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നതിന് താങ്കൾ മറുപടി പറയേണ്ടി വരും. ക്ലിഫ് ഹൗസിൽ ദിവസവും നീരാഞ്ജനം കത്തിച്ചാലോ, കെടാവിളക്ക് പരിപാലിച്ചാലോ, കോഴിയേറത്ത് പൂജകൾ ചെയ്താലോ താങ്കൾ തേടിപ്പിടിച്ച അയ്യപ്പ ശാപത്തിൽ നിന്ന് താങ്കൾക്ക് മുക്തിയുണ്ടാകില്ല. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ നേതൃത്വം നൽകി ജിഹാദികളുടെ പ്രീതി നേടാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഹിന്ദുക്കളുടെ പ്രീതി നേടാൻ സംഘടിപ്പിച്ച തട്ടിപ്പ് സംഗമം 8 നിലയിൽ പൊട്ടിയത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അങ്ങയോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അയ്യപ്പ സംഗമം എന്ന തട്ടിപ്പിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തി അങ്ങയുടെ ഹിന്ദു വിരുദ്ധ പാർട്ടിയുടെ ഹിന്ദു വോട്ടിനു വേണ്ടിയുള്ള കപട ഹിന്ദു സ്നേഹം അത് മുതലാക്കി ഭക്തരുടെ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റാനുള്ള പദ്ധതി പൊളിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു സ്വാഭിമാനി തീവ്ര ഹിന്ദുവായ ഞാൻ അഭിമാനിക്കുന്നു. ഹിന്ദുക്കൾക്കെതിരായുള്ള ഒരു അഭ്യാസം ചോദ്യം ചെയ്യാതെ പോകും എന്ന് അങ്ങ് കരുതണ്ട. തീവ്ര ഹിന്ദു വികാരവുമായി ഞങ്ങൾ തൊട്ടുപിറകെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചിത്രവും കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ധാരാളം കമൻറ്റുകളാണ് ഇതിന് വരുന്നത്. സ്വാമി ശരണം പറഞ്ഞുകൊണ്ടാണ് കമൻറ്റുകൾ വരുന്നത്. അതുപോലെ സർ എപ്പോഴും പറയുന്നത് പോലെ അങ്ങ് എടുക്കുന്ന ഹൈന്ദവ നിലപാടിനെ എത്ര പുകഴ്ത്തിയാലും അധികമാകില്ല. വിജയൻ സ്വാമിക്ക് കഷ്ടകാലം അടുത്തു, എന്തൊരു നെഗളിപ്പായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകളുണ്ട്. അതുപോലെ മൈലോഡ് അയ്യപ്പ ഷവർ ഓൾ ബ്ലെസ്സിങ്സ് ഫോർ കണ്ടിന്യൂഡ് സക്സസ് ഇൻ അവർ ജേണി. CPM ശില്പശാലകൾ 41 ദിവസവ്രതം, പേട്ടതുള്ളൽ, ഇരുമുടിക്കെട്ട്, നെയ്ത്തേങ്ങ തയ്യാറാക്കൽ, വി ആർ വിത്ത് യു, സല്യൂട്ട് യു സാർ തുടങ്ങി അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റിന് ധാരാളം അനുകൂല കമൻറ്റുകളാണ് വരുന്നത്. ഹിന്ദു ധർമ്മത്തെ വിറ്റുതുലയ്ക്കാൻ, നവോത്ഥാന നായകനായി ചമയാൻ, മറ്റ് മതങ്ങളെ പ്രീണിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഇടത് ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കാൻ ഒക്കെ നടത്തിയ അഭ്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സഹിഷ്ണുതയോടെ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് മുൻകാലങ്ങളിൽ ഈ യുവതീ പ്രവേശന സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ ഭക്തർ കടന്നുപോയത്. ആയിരക്കണക്കിന് പേർക്കെതിരെ കേസുകൾ കൊടുത്തു. ഇപ്പോഴും കേസുകളിൽ പലതും നിലനിൽക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഹിന്ദു സ്നേഹം, യഥാർത്ഥ ഭക്തൻ, അതുപോലെ ഭഗവത്ഗീതയിലെ ശ്ലോകം, തത്വമസി ഇതൊക്കെ ഉച്ചരിച്ച് ഹൈന്ദവ സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ശ്രമം അപ്പാടി തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അതിൽ തീർച്ചയായിട്ടും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഈ പോസ്റ്റ് ഇട്ടത്. കാരണം ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് കൂടി നീങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. തുടർന്നും അദ്ദേഹത്തിൻ്റെ നിയമ നടപടികളും പോരാട്ടങ്ങളും തുടരും എന്ന സൂചനയും പുറത്തു വരുന്നു. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.